ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എന്നത്തെയും പോലെയുമല്ല, ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കാൻ പോകുന്നത് ഒരു ഗെയിം പോലെയാണ്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 1 ആണ്. ലെവൽ 1ൽ 3 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ 4 ഓപ്ഷൻസും ഇതിന് നൽകിയിട്ടുണ്ടാവും. ഓരോ ചോദ്യത്തിനും 10 സെക്കൻഡ് ടൈമറാണുള്ളത്. രണ്ടാമത്തേത് ലെവൽ 2. ലെവൽ 2ൽ 7 ചോദ്യങ്ങളാണുള്ളത്. ഇതിലും 10 സെക്കൻഡ് ടൈമർ ഉണ്ട്, പക്ഷേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. മൂന്നാമത്തേതാണ് ഏറ്റവും ടഫായിട്ടുള്ള ലെവൽ 3. ഇതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഇതിൽ 5 സെക്കൻഡ് ടൈമർ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ലെവൽ 3ലെ ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ GK അഥവാ ജനറൽ നോളജിൽ ഒരു പ്രോ ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഒന്നാമത്തെ ലെവലിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഏതാണ് ശരിയായ ഉത്തരമെന്ന് കമൻറ്റ് ചെയ്യുക. ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലെവൽ 1ലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത്? ഓപ്ഷൻ എ കടുവ, ഓപ്ഷൻ ബി ആന, ഓപ്ഷൻ സി സിംഹം, ഓപ്ഷൻ ഡി വേഴാമ്പൽ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആന. അപ്പോൾ ഇതും എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് ലെവൽ 1ലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലെവൽ 1ലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ ഡി പമ്പ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. അപ്പോൾ ലെവൽ 1ലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ലെവൽ 2ലേക്ക് കടക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 10 സെക്കൻഡ് ടൈമർ ഇതിനുണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഓരോ ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ലെവൽ 2ലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലെവൽ 2ലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? നിങ്ങളെല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഉത്തരം 1950. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950ലാണ്. ലെവൽ 2ലെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. അപ്പോൾ ലെവൽ 2ലെ മൂന്നാമത്തെ ചോദ്യം, ലോക വനിതാ ദിനം എന്നാണ്? ലോക വനിതാ ദിനം എന്ന്? ഇതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലോക വനിതാ ദിനം മാർച്ച് 8-ാം തീയതിയാണ്. ഉത്തരം മാർച്ച് 8. നമുക്ക് ലെവൽ 2ലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഇത് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ചർമ്മം അഥവാ സ്കിന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അഥവാ ഓർഗൻ സ്കിന്നാണ്. അപ്പോൾ ലെവൽ 2ലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. തെറ്റിയാൽ നിങ്ങൾ ഔട്ടായി എന്നാണ് അർത്ഥം. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം, സൂര്യൻ ഏത് വാതകത്തിൽ നിന്നാണ് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്?
എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ലെവൽ 2ലെ 6ാമത്തെ ചോദ്യം, സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? സസ്യങ്ങൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്നൊരു പേരുണ്ട്, അതെന്താണ്? ഉത്തരം ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ ലെവൽ 2ലെ 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഫോട്ടോസിന്തസിസ്. ഇനി നമുക്ക് ലെവൽ 2ലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലെവൽ 2ലെ അവസാനത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും കഠിനമായ വസ്തു ഏതാണ്? വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് ഒബ്ജക്റ്റ് ഇൻ ദ എർത്ത്? ഉത്തരം വജ്രം. അതായത് ഭൂമിയിലെ ഏറ്റവും കഠിനമായ വസ്തു വജ്രമാണ്, അതായത് ഡയമണ്ട്. അപ്പോൾ ലെവൽ 2ഉം കൂടി നിങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള ലെവൽ 3 ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്കറിയാമെങ്കിൽ GKയിൽ നിങ്ങൾ ഒരു പ്രോ ആണെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ലെവൽ 2 പാസ്സായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ലെവൽ 3ലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല, അതുപോലെ തന്നെ ടൈമർ 5 സെക്കൻഡ് മാത്രമാണ് ഇതിലുള്ളത്. ലെവൽ 3ലെ 1ാമത്തെ ചോദ്യം, 5 ചോദ്യങ്ങളിൽ 1ാമത്തേത്, ഒളിമ്പിക്സ് എത്ര വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്? ഉത്തരം 4 വർഷം. അപ്പോൾ ഹാർഡ് ലെവലിലെ 1ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 4 വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടത്തി വരുന്നത്. ലെവൽ 3ലെ 2ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ആര്? ഉത്തരം കിരൺ ബേദി. കിരൺ ബേദിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക. ലെവൽ 3ലെ 3ാമത്തെ ചോദ്യം നമ്മൾ കുറച്ചുകൂടി ടഫാക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് മിനിസ്റ്റർ ആര്? ഉത്തരം സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. അപ്പോൾ ഇതൊരു ടഫ് ചോദ്യമായിരുന്നു, നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ഈ ഒരു ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ലെവൽ 3ലെ 4ാമത്തെ ചോദ്യം കുറച്ചുകൂടി ടഫാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ എവിടെ മുതൽ എവിടെ വരെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം മുംബൈ മുതൽ താനെ വരെ. അതായത് മുംബൈ മുതൽ താനെ വരെയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോദ്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യം കിട്ടിയവരാണെങ്കിൽ കമൻറ്റിൽ പറയുക. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, അതായത് ലെവൽ 3ലെ അവസാനത്തെ ചോദ്യം ഏറ്റവും ടഫായ ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ GKയിൽ ഒരു പ്രോ ആണെന്നർത്ഥം. ചോദ്യം ഇതാണ്, ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ലെവൽ 3ലെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ന്യൂയോർക്ക്. അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഏത് ലെവലിലെ എത്രാമത്തെ ചോദ്യം വരെയാണ് എത്തിയതെന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് തെറ്റിപ്പോയത് എന്ന് നോക്കി ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധാരണ വീഡിയോസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് പഴയ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെന്നും അതുപോലെ തന്നെ ഈ ഒരു രീതിയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുകൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.